ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഓട്സ് അട. വളരെ പെട്ടെന്ന് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഓട്സ്, 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ശർക്കര പൊടിച്ചത്, 1/2 കപ്പ് തേങ്ങ. സോ ജസ്റ്റ് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഈ 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നന്നായിട്ടത് ചൂടായാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഈ ഓട്സ് പൊടിച്ചതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം ഒരു ബൗളിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര എടുക്കുന്നതിനായിരിക്കും ഏറ്റവും ഹെൽത്തി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന കുറേ ഹെൽത്തി റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒട്ടും തന്നെ കൂടിപ്പോകാൻ പാടില്ല. ഈ മാവ് നമ്മൾ കൈ കൊണ്ടെടുത്ത് പാനിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ കൈ വെച്ച് തന്നെയാണ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിനേക്കാളും വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാനിലേക്ക് അല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരല്പം മാവ് ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ഈ പാനിലേക്ക് വെച്ച് കൈവച്ച് തന്നെ നമ്മളിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മറിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാനും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് തിരിച്ചും മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കാം. മധുരം വേണ്ടാത്തവർക്ക് നമുക്ക് സെയിം റെസിപ്പി ഓട്സും തേങ്ങയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.